നമസ്കാരം. പ്രധാന വാർത്തകൾ. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയുമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും CPIM ജനറൽ സെക്രട്ടറി. ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസ് AKG മന്ദിരം സമർപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ 90% കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടാത്തതിന് പിന്നിൽ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഗൂഢലക്ഷ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ പുറത്തുവിടാത്തതും ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗം. കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണ് സർക്കാർ എന്നും VK ശ്രീകണ്ഠൻ. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസ് ഉപരോധം പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്ന് വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി. ബാലമുരുകന് വേണ്ടി കേരള പോലീസും അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി പിടിയിൽ. നെന്മനി സ്വദേശി റെഗുലേഷനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടിയത് മുംബൈയിൽ നിന്ന്. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നേരത്തെ പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾക്കുകൂടി നിയമപരമായി പെർമിറ്റ് അനുവദിക്കാൻ റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൌൺസിൽ യോഗം അംഗീകരിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യ അധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ പുത്തനുണർവ്. ശാസ്ത്രമേള നവംബർ 10 വരെ. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത് വടക്കാഞ്ചേരി കല്ലുംപാറ ചെമ്പ്രംകോട്ടിൽ മോഹനൻ. വാർത്തകൾ വിശദമായി. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസായ AKG മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. LDF ഭരണം തുടരണമെന്ന ബോധ്യത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. മുഖ്യമായി അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടികളാണ്. കുറച്ചുകൂടെ വലിയ പാർട്ടിയായി അംബാനി അങ്ങനെയുള്ളവരെല്ലാം സംഭാവന മനസ്സിലാക്കണം. നിങ്ങൾ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇതൊരു നാട്ടുപ്രമാണമാണ്. വേണ്ടത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് CPIM ഇടതുപക്ഷ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അതിനായകത്വം വഹിക്കുന്ന CPIM-ആണ്. പാർലമെന്റിലും അസംബ്ലിയിലും എത്ര സീറ്റുണ്ടെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. EN സുരേഷ് ബാബു പതാക ഉയർത്തി. VS സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും PP കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാറും ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ജില്ലാ കമ്മിറ്റി അംഗം M ഹംസയും ഉദ്ഘാടനം ചെയ്തു.
സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷും AKGയുടെ ഫോട്ടോ അനാച്ഛാദനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLAയും നിർവഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA സംസാരിച്ചു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം K സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജില്ലയിൽ 90% കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടാത്തതിന് പിന്നിൽ സർക്കാരിനും ഉദ്യോഗസ്ഥരുടെയും ഗൂഢലക്ഷ്യമാണെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ പുറത്തുവിടാത്തതും ഗൂഢലക്ഷ്യമെന്നും കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണെന്നും MP പറഞ്ഞു. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സപ്ലൈകോ ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ളത് ചക്കളത്തി പോരാട്ടമാണ്. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം യോജിച്ച സമരത്തിന് തയ്യാറാണ്. അതിന് കേന്ദ്രം എത്ര തന്നുവെന്നും കേരളം കണക്ക് കൊടുത്തുവോയെന്നും പരസ്യപ്പെടുത്തണം. വെള്ളത്തിനും വൈദ്യുതിക്കും ഉൾപ്പെടെ നിരക്കുകളും നികുതിയും പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടും ചെലവിന് കടമെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. സർക്കാർ ആവശ്യപ്പെട്ടിട്ടും നെല്ല് വില നൽകാനും നെല്ല് സംഭരിക്കാനും സഹകരണ സംഘങ്ങൾ തയ്യാറാകാത്തത് സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച കോടികൾ കാർഷിക മേഖലയ്ക്ക് ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാകാത്തത് സർക്കാർ ആ തുകയും വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ്. കൊയ്ത്തിനു മുമ്പേ സർക്കാർ വിരുദ്ധ സമരവുമായി ഇറങ്ങിയിരുന്ന ഇടത് കർഷക സംഘടനകൾ കൊയ്ത്ത് കഴിയാറായിട്ടും മാളത്തിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. UDFന്റെ നെല്ല് സംഭരണത്തിനെതിരെ സമരത്തിനിറങ്ങിയവരും ആക്ഷേപിച്ചവരും UDF അധികാരത്തിൽ വരാൻ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിധിയെഴുത്തുണ്ടാകും. UDF അധികാരത്തിൽ വന്നാൽ കർഷക പാക്കേജ് നടപ്പിലാക്കുമെന്നും MP പറഞ്ഞു. ഇപ്പോ ഈ സർക്കാർ 9.5 വർഷം പിന്നിട്ടു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ 9.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും സമയബന്ധിതമായി നെല്ല് സംഭരിച്ചു എന്ന് പറയാൻ ഈ ഗവൺമെന്റിനും ഡിപ്പാർട്ട്മെന്റിനും കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത് നേരത്തെ കൂട്ടി അറിയാത്തൊരു കാര്യമാണ്. പൊടുന്നനെ ഇടിമിന്നലേറ്റ് കൂണുണ്ടായി എന്ന് പറയുന്നത് പോലെയാണോ നെല്ലുണ്ടാകുന്നത്? എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അതിന്റെ മുന്നൊരുക്കം നടത്തണം. ആ വിള നടത്താൻ ആവശ്യമായ രീതിയിൽ അവിടെ പാകപ്പെടുത്തിയെടുക്കണം നെൽപ്പാടങ്ങൾ. അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത് വിത്ത് മുളപ്പിച്ച് അത് കൊണ്ടുപോയി നട്ട് അത് വളർത്തി വലുതാക്കി നെല്ല് രൂപപ്പെട്ട് വരുമ്പോഴേക്കും ഏതാനും മാസങ്ങളുടെ ഒരു ഡ്യൂറേഷൻ. ഈ കാലം അത്രയും കയ്യും കെട്ടി നോക്കിയിരിക്കലാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാ കൊല്ലവും ഒന്നാം വിളയുണ്ട്, രണ്ടാം വിളയുണ്ട്. അതുള്ള പാടശേഖരങ്ങൾ പാലക്കാട് ജില്ലയിലെ കണക്ക് പ്രകാരം ഏകദേശം 70,000 ഹെക്ടർ കൃഷി ഇപ്പോഴും നടക്കുന്നുണ്ട്, നെൽകൃഷി അല്ലേ ബാബു? 2 വിളയിലും കൂടെ 2 വിളവെടുപ്പിലും കൂടി 70,000-ത്തിലധികം, മുമ്പ് ഇതിനേക്കാൾ കൂടുതലായിരുന്നു, 1,00,000-ന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നെൽകൃഷി ലാഭകരമല്ലാതെ ഇട്ടു പോയി. അതെല്ലാം കൺവേർട്ട് ചെയ്ത് അവിടെ കെട്ടിടങ്ങൾ വന്ന് വ്യവസായം വന്ന് കൃഷി ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് B ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു, EM ബാബു, KC പ്രീത്, ഗീവർഗീസ്, സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്നാണ് വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി. കേരള പോലീസും ബാലമുരുകനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു തവണ ജയിൽ ചാടിയ പ്രതി ഭക്ഷണശേഷം കൈവിലങ്ങ് പോലും അണിയിക്കാതെ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിന് 50 മീറ്റർ അകലെ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തി. കുപ്രസിദ്ധ മോഷ്ടാവായ ബാലമുരുകൻ ജയിൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. അടിമുടി ദുരൂഹത നീങ്ങും മുൻപാണ് കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് നഷ്ടപ്പെടുത്തിയത്. തൃശൂർ പാടുകാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ച ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസ് കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ നഷ്ടമാവുകയായിരുന്നു. ദൃശ്യങ്ങൾ പിന്നോട്ടടിച്ചപ്പോൾ ഡിലീറ്റായി എന്നാണ് തമിഴ്നാട് പോലീസിന്റെ വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടി ആരംഭിച്ചു. നിലവിൽ Q ബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. കേരള പോലീസും സമാന്തരമായി ബാലമുരുകന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരിച്ചു വരുന്നതിനിടെ ബാലമുരുകൻ വിയ്യൂർ ജയിലിന് സമീപത്ത് വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി പിടിയിൽ. നെന്മിനി സ്വദേശി പ്രഗിലേഷിനെ മുംബൈയിൽ നിന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് പിടികൂടിയത്.
ദിവസങ്ങളായി ഇയാൾ മുംബൈയിൽ ഒളിവിൽ താമസിക്കുന്നതായി നേരത്തെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം 10-നാണ് ഗുരുവായൂർ കർണംകോട് സ്വദേശി MA മുസ്തഫ പ്രഗിലേഷിന്റെയും കണ്ടാണിശ്ശേരി സ്വദേശി ദിവേഗിന്റെയും ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയത്. മുസ്തഫയുടെ മരണത്തിൽ ഇരുവർക്കും പങ്കുള്ളതായി കണ്ടെത്തിയതോടെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും സാമ്പത്തിക രേഖകളും ആധാരങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 12 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്നും മുസ്തഫ കടം വാങ്ങിയത്. വീട് വയ്ക്കുന്നതിനായി വാങ്ങിയ സ്ഥലം അടക്കം 40 ലക്ഷം രൂപ പ്രഗിലേഷിനും 18 ലക്ഷം രൂപ ദിവേഗിനും മുസ്തഫ തിരികെ നൽകി. എന്നാൽ ഇവർ വീണ്ടും ഭീഷണി തുറന്നതോടെയാണ് മുസ്തഫ ഇരുവരുടെയും പേര് എഴുതിവച്ച് ജീവനൊടുക്കിയത്. മുംബൈയിൽ നിന്നും പിടികൂടിയ പ്രഗിലേഷിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും ദിവേഗിനായി അന്വേഷണം തുടരുകയാണെന്നും ടെമ്പിൾ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾക്ക് കൂടി നിയമപരമായി പെർമിറ്റ് അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം അംഗീകരിച്ചതായും ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഷൊർണൂരിലെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ ചേംബറിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നേരത്തെ നടപ്പാക്കിയ ചില നടപടികളിൽ ആക്ഷേപങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലായിരുന്നു വീണ്ടും യോഗം. ഷൊർണൂർ കനറ ബാങ്കിന് മുൻവശത്തെ പാർക്കിംഗ്, SMP ജംഗ്ഷനിലെ പാർക്കിംഗ് എന്നിവിടങ്ങളിലായി 86 ഓട്ടോ തൊഴിലാളികൾക്ക് പാർക്കിങ്ങിനായി പെർമിറ്റ് നൽകിയിരുന്നു. എന്നാൽ 25 പേരെ കൂടി പെർമിറ്റ് നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്നിവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ അർഹതപ്പെട്ട 25 പേരെ കൂടി നിയമാനുസൃതമായി പെർമിറ്റ് അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. 25 തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്താനുള്ള ലിസ്റ്റ് നേരത്തെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചിരുന്നു. ഇതുപ്രകാരം വിവരം ജോയിന്റ് RTOയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ സാധിക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അവർക്ക് നിലവിൽ 86 പേർക്ക് ഷൊർണൂരും കനറബാങ്കും SMP തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർക്കിംഗ് അനുവദിക്കുന്നതിൽ ഒരു 10-25 പേർക്ക് കൂടി പെർമിറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ആ പെർമിറ്റ് കിട്ടാത്തവർക്ക് മുമ്പ് പെർമിറ്റെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുള്ള, ക്യാൻസൽ ചെയ്തിട്ടുള്ള ആളുകളുടെ പെർമിറ്റ് ഇപ്പോൾ അർഹതപ്പെട്ട 10-25 പേർക്കാണെങ്കിൽ അവർക്ക് ആ പെർമിറ്റ് അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള, നിയമപ്രകാരമായിട്ടുള്ള പെർമിറ്റ് അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന ട്രാഫിക് കമ്മിറ്റി തീരുമാനിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഈ 26, 10, 25 എത്ര ലിസ്റ്റിൽ ആളുകൾ പേരുള്ളവരുടെ ആ ലിസ്റ്റ് കൗൺസിൽ അംഗീകരിക്കുകയും അത് ജോയിന്റ് RTOന് നൽകാൻ പോലീസിൻ്റെ മറ്റ് നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനും ഇതൊന്ന് ക്രമപ്പെടുത്താനുമായിട്ടുള്ള തീരുമാനം എന്നതാണ്. അതുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ യൂണിയൻ പ്രതിനിധികളുമായിട്ട് കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ CIയുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇന്ന് നഗരസഭാ ചേംബറിൽ വെച്ച്, ചെയർമാൻ്റെ ചേംബറിൽ വെച്ച് യോഗം ചേർന്ന് തീരുമാനത്തിലെത്തിയത്. മറ്റു നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനും പാർക്കിംഗ് ക്രമീകരണങ്ങൾ നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. നവംബർ 7 മുതൽ 10 വരെ നടക്കുന്ന മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യോദ്ധാനത്തെ ലഘൂകരിക്കുന്ന AI സ്വാധീനം പുത്തനുണർവുണ്ടാക്കും. മേളയുടെ കൊടിയേറ്റം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് IAS നിർവഹിച്ചു. ഏഴ് മുതൽ 10 വരെ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയുടെ കൊടിയേറ്റം പ്രധാന വേദിയായ മോയൻ HSSൽ നടന്നു. വളരെ സന്തോഷമുണ്ട് ഈ വർഷം ശാസ്ത്രോത്സവം, കേരള ശാസ്ത്രോത്സവം പാലക്കാടിൽ വെച്ച് ഈ പാലക്കാട് നവംബർ 7 to 10 വളരെ സന്തോഷവും കായികമായി കഴിഞ്ഞ മാസം വളരെ നല്ല രീതിയിൽ
ട്രിവാൻഡ്രത്ത് വെച്ച് കുട്ടികളുടെ സ്പോർട്സ് ടാലൻ്റ് എല്ലാം എക്സിബിറ്റ് ചെയ്യാനുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോം ട്രിവാൻഡ്രം നഗരം തന്നെ മാറിയിരുന്നു. സ്പോർട്സ്, ആർട്സ്, സയൻസ് ഈ 3 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സാണ് കുട്ടികളുടെ ഒരു ഹോൾസം ഡെവലപ്മെൻറ്റ്. സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ സ്വാധീനം ശാസ്ത്രമേളയിൽ പുത്തനുണർവുണ്ടാക്കും. രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും മീഡിയ റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സാബിറയും നിർവഹിച്ചു. ADPI സന്തോഷ്, DDE സലീന BV, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MN വിനോദ് കുമാർ, NCTA മുഹമ്മദ് അഷ്റഫ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 57ാമത് കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ അടുക്കള ഉണർന്നു. പ്രധാന ഭക്ഷണ കേന്ദ്രമായ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരേ സമയം 1000 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് വെച്ച് 7 മുതൽ 10 വരെയുള്ള തീയതികളിലായി നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയും അടുക്കളയോടനുബന്ധമായിട്ടുള്ള ഈ ഹാളിൽ 1000-ലധികം വരുന്ന ആളുകൾക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. മാത്രമല്ല, ഈ പാലക്കാട് ടൗണിലെ വിവിധങ്ങളായുള്ള സ്കൂളുകളിൽ അരങ്ങേറുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, അവരുടെ അധ്യാപകർക്ക്, അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പരിസരത്ത് വെച്ച് തന്നെ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സബ് സെൻ്ററായിട്ട് BM സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുമാതിരി 100കണക്കായ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ടാകുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ MK നൌഷാദ് അലി, ADPI C സന്തോഷ്, MA അരുൺകുമാർ, MR മഹേഷ് കുമാർ, AM അജിത്, K അജില വിപിൻ, മനേഷ്, MJ ശ്രീനി, B സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന ഭക്ഷണ കേന്ദ്രമായ വിക്ടോറിയ കോളേജിൽ തയ്യാറാക്കിയ വേദിയിൽ ഒരേ സമയം 1000 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രവൃത്തി പരിചയമേള നടക്കുന്ന BEM ഒരു സബ് സെൻ്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു മേളകൾ നടക്കുന്ന കാണിക്കമാത സ്കൂൾ, ഭാരത് മാതാ സ്കൂൾ, ബിഗ് ബസാർ സ്കൂൾ, MES സ്കൂൾ എന്നിവിടങ്ങളിൽ മത്സരാർത്ഥികൾക്കും ആ കേന്ദ്രങ്ങളിലെ ഒഫീഷ്യൽസിനും ബുഫേ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം 8000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ചായ, പലഹാരം, രാത്രിയിലെ ഭക്ഷണം എന്നിങ്ങനെ 4 നേരം ഭക്ഷണം ലഭ്യമാക്കും. അധ്യാപക സംഘടനയായ KSTIക്കാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ സെന്ററിന് സമീപം ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പ്രംകോട്ടിൽ 55 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. പിറകിൽ യാത്ര ചെയ്തിരുന്ന മകൻ എതിർവശത്തേക്ക് വീണതുമൂലം രക്ഷപ്പെട്ടു. മോഹനന്റെ പുറകിൽ മകനുണ്ടായിരുന്നു. മകൻ എതിർവശത്തേക്ക് വീണതുമൂലം രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 12:45ഓടെയാണ് അപകടം നടന്നത്. കുണ്ടന്നൂർ സെന്ററിൽ കട നടത്തുകയാണ് മോഹനൻ. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെറും തട്ടിപ്പെന്ന് തൃശൂർ DCC സെക്രട്ടറി K അജിത് കുമാർ. അതിദരിദ്രരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശിനി 70 വയസ്സുള്ള അവിവാഹിതയായ ഭുവനേശ്വരി അമ്മ നഗരസഭ കയറി ഇറങ്ങുകയാണെന്നും അജിത് കുമാർ പറഞ്ഞു. താൻ പറ്റിക്കപ്പെട്ടെന്നും വീടും സ്ഥലവും ലഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഭുവനേശ്വരി അമ്മ പറഞ്ഞു. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങി നടക്കുകയാണ് ഇവർ. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ ആകെ ഉപജീവനമാർഗം. ആ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല എന്നും അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെടുത്താനുള്ള സർവേ കഴിഞ്ഞുപോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് മനസ്സിലായത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. തനിക്ക് വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു. കുറേ പ്രാവശ്യം ഞാൻ കയറിയിറങ്ങി നടക്കണം പറഞ്ഞിട്ട് മാസങ്ങളായി ഇതുവരെ എനിക്കൊരു അപേക്ഷ തിരിക്കാൻ തന്നിട്ടില്ല. ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് വീട് കിട്ടിയിട്ടില്ല. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇതുപോലെ 100 കണക്കിന് ആളുകൾ അതിദരിദ്രരായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ പറഞ്ഞു. ഇടതു സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും DCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളം ദരിദ്ര വിമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിൽ അതിദരിദ്രരില്ല
താമസിക്കാൻ സ്ഥലമില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആരുമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. ഈ നിൽക്കുന്ന ഭുവനേശ്വരി അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് ആകെയുള്ളത് ഈ മറ്റേ ഇവിടുന്ന് കിട്ടുന്ന പെൻഷനാണ്. വേറെ യാതൊരു വരുമാനവുമില്ല. പലപ്പോഴും സഹോദരി എന്തെങ്കിലും കൊടുത്താലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് സ്ഥലമോ വീടോ ഒന്നുമില്ല. അതിദരിദ്രരുടെ സർവേ വന്നപ്പോൾ ഇവർ ഭുവനേശ്വരി ഈ നഗരസഭയിൽ അപേക്ഷ കൊടുത്തിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ നടക്കുകയാണ് ഇവർക്കൊരു സ്ഥലമോ വീടോ കൊടുക്കാൻ ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കണ്ടപ്പോഴാണ് അപേക്ഷ കൊടുത്ത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നറിഞ്ഞ് ഇവർ ഇപ്പോൾ ഇവിടെ വീടിൻ്റെ ഇത് അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുപോലെ 100 കണക്കിന് ആളുകളാണ് വടക്കാഞ്ചേരി നഗരസഭയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെത്തി. വിക്രം, ഭരത് എന്നീ ആനകളാണ് ഒറ്റയാനെ കാടുകയറ്റുക എന്ന ദൗത്യവുമായി എത്തിയത്. ആനയെ കാടുകയറ്റാൻ പരമാവധി ശ്രമിക്കുമെന്നും വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടി ദൗത്യത്തിലേക്ക് കടക്കുമെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലും മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീടിന്റെ ഇരുമ്പ് തൂണ് തകർത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേ ആന ഫോറസ്റ്റ് വാച്ചറെ ആക്രമിച്ചിരുന്നു. പിന്നീട് വീണ്ടും ഇറങ്ങിയ ആന ഫോറസ്റ്റ് ജീപ്പും തകർത്തു. നിലവിൽ വാഴാനി വനമേഖലയിലുള്ള ആനയെ കണ്ടെത്തിയാൽ ഉടൻ കാടുകയറ്റാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും. കാടുകയറ്റ നടപടി വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടി ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മാത്രമേ മയക്കുവെടിയിൽ തീരുമാനമുണ്ടാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഭരണത്തെ അധിക്ഷേപിച്ച മുൻ MLA-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ CP മുഹമ്മദ് ഷൊർണൂരിന്റെ വളർച്ച തീരെ മോശമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പൽ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ഷൊർണൂർ രക്ഷായാത്ര പോരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP മുഹമ്മദ്. ഇതുപോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മുനിസിപ്പൽ ഭരണം ഷൊർണൂരിലെ പോലെ വേറെ ഉണ്ടായിട്ടില്ല. ഞാനിതൊരു ദോഷൈക ദൃക്കായതുകൊണ്ട് പറയുകയല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് മുനിസിപ്പാലിറ്റി ഭരണം പാലക്കാട് ജില്ലയിലും പാലക്കാട് ജില്ലയുടെ പുറത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി? ഞാൻ MLA ആവുമ്പോൾ പണി പൂർത്തിയാക്കിയ പട്ടാമ്പി ഷൊർണൂർ റോഡ്, അത് പാലം വരെ അങ്ങനെ ടൗണ് ചുറ്റി ഉള്ള ആ റബ്ബറൈസ് ചെയ്തത് കഴിച്ചാൽ മറ്റേതൊരു പഞ്ചായത്തിനേക്കാളും മോശമാണ് ഷൊർണൂറിലെ റോഡുകളുടെ സ്ഥിതി. റബ്ബറൈസ് റോഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ആധുനിക ഒരു നഗരം എന്നുള്ള നിലയിൽ ഷൊർണൂരിൻ്റെ വളർച്ച വളരെ മോശമായ രീതിയിലാണ്. നമ്മുടെ രാജ്യത്തെ പട്ടാമ്പി, എന്തിനേറെ ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, തൊട്ട ജില്ലയിലെ പെരിന്തൽമണ്ണ അടക്കമുള്ള പട്ടണങ്ങൾ എല്ലാം ഒരു പട്ടണങ്ങളായി വരുന്നതിന് മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു ഷൊർണൂർ. അതിന് 2-3 കാരണങ്ങളുണ്ട്. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ K കൃഷ്ണകുമാറിന് CP മുഹമ്മദ് കൊടി കൈമാറി. ഷൊർണൂർ മുനിസിപ്പൽ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ രക്ഷായാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന ജാഥ 6 വൈകിട്ട് പൊയിലൂരിൽ നിന്നാണ് ആരംഭിച്ചത്. യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് നൌഫൽ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, TK ഹമീദ്, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, TK ആഷിഖ്, V ആനന്ദ്, P മുഹമ്മദ്, OM ഗോപികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകല രാജൻ വൈസ് ക്യാപ്റ്റനും വിജയ് പ്രകാശ് ശങ്കർ ജാഥ ക്യാപ്റ്റനുമാണ്. ജാഥ പ്രയാണം തുടരുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. നവംബർ 3, 4, 5, 6 തീയതികളിൽ നടന്ന കലോത്സവത്തിൽ 476 പോയിന്റോടെ പത്തിരിപ്പാല GVHS ഓവറോൾ ചാമ്പ്യന്മാരായി. 476 പോയിന്റോടെ GVHS പത്തിരിപ്പാല അഗ്രിഗേറ്റ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 404 പോയിന്റോടെ HS മുണ്ടൂർ 2-ാം സ്ഥാനത്തും 376 പോയിന്റോടെ HS പറളി 3-ാം സ്ഥാനത്തുമെത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയുടെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വലിയ അധ്വാനം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ യാതൊരു പരാതിയുമില്ലാതെ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി തീർക്കുക എന്ന് പറയുന്നത് ഇവിടെ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ വലിയ പ്രയാസകരമായ ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ ഒന്ന് നെടുവേർപ്പിടുകയാണ്. ഒരു പരാതിയുമില്ലാതെ
വളരെ ആഘോഷപൂർവ്വം മത്സരം നടന്ന് വിജയികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ സമാപനത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സബ് ജില്ലാ മത്സരം കഴിഞ്ഞ് ജില്ലാ മത്സരത്തിലും സംസ്ഥാന മത്സരത്തിലും ഇവിടെ പങ്കെടുത്ത ഒന്നാം തരം അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇനിയും ഏറെ മുന്നിലേക്ക് പോകാൻ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലൊക്കെ പോകാൻ കഴിയട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അപൂർവം ചെറിയ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ എ ഷിഹാബ്, PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, പറളി AEO ബിന്ദു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കറപ്പകം, മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക T അനിത സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ നഗരസഭ 6-ാം വാർഡ് കോട്ടക്കുളം പ്രദേശത്ത് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ഇവിടെ ഒരു ടാങ്ക് നിർമ്മിച്ച് വെള്ളം ഇതിലേക്ക് എത്തിച്ച് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ കടലാസിൽ ഈ പദ്ധതിയെ സംബന്ധിച്ചും അതിൻ്റെ മറ്റ് എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനാവശ്യമായി വരുന്ന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ രൂപകൽപ്പന ചെയ്താൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കടമ്പകളുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 6-ാം വാർഡ് കൗൺസിലർ T ബിന്ദു സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ഉണ്ണിത്താൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർമാരായ EP നന്ദകുമാർ, KR അശ്വതി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, CPM കൊളപ്പുള്ളി LC സെക്രട്ടറി N ജയപാൽ, CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുൻ നഗരസഭാ കൗൺസിലർമാരായ EK ഉണ്ണികൃഷ്ണൻ, E വിജയലക്ഷ്മി, A ഗോപകുമാർ, VM ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് അനുമതിയായത്. ഇവരെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പ്രത്യേകം അഭിനന്ദിച്ചു. ഷൊർണൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു ദേവസ്യ നന്ദി പറഞ്ഞു. അമൃത് 2.0 രണ്ടാം ഘട്ട പദ്ധതിയിൽ 10.98 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക. പ്രവൃത്തി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. SN കോളേജിന് സമീപത്തായി ബൂസ്റ്റർ പമ്പ് ഹൗസ് സ്ഥാപിച്ച് 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണിയും അനുബന്ധ ഘടകങ്ങളും സ്ഥാപിക്കുന്നതോടുകൂടി പ്രദേശത്തെ 200 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പൊന്തക്കാടുകൾ വെട്ടിമാറ്റാൻ ഇനിയും നടപടിയായില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നവർക്കും തീവണ്ടി ഇറങ്ങി പുറത്തുപോകുന്നവർക്കും പൊന്തക്കാടുകൾ മൂലം ഏറെ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നു. ഇഴജന്തുക്കൾ താവളമാക്കിയ ഇവിടെ രാത്രികാലങ്ങളിൽ ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ ഭീതിയോടെയാണ് സ്റ്റേഷൻ വിട്ടിറങ്ങുന്നത്. സ്റ്റേഷനിൽ നിന്നും പറളി മുണ്ടൂർ പ്രധാന പാതയിലെത്താൻ റെയിൽപാളത്തിനു മുകളിലൂടെയുള്ള ഇരുമ്പ് പാലം പ്രധാന പാതയിൽ ചേരുന്ന ഭാഗം കാടുമൂടി കിടക്കുകയാണ്. ഈ ഭാഗങ്ങളിലാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇരുട്ടാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ പല അക്രമ വാർത്തകളും കേൾക്കുമ്പോൾ പറളിയിൽ ട്രെയിൻ ഇറങ്ങുന്ന സ്ത്രീ യാത്രക്കാരാണ് കൂടുതൽ ഭയക്കേണ്ടി വരിക. സ്റ്റേഷൻ പരിസരത്തെ കാട് നീക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. എന്റെ കരുതൽ എന്റെ പരിസ്ഥിതിക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 1.5 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ 11 കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. മങ്കര വെള്ള റോഡിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ണൻ നന്ദിയും പറഞ്ഞു. ഒട്ടനവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് മങ്കര പഞ്ചായത്തിലെ 11 പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ബോട്ടൽ ബൂത്തുകൾ നമ്മളിന്ന് സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി വേനൽക്കാലമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബോട്ടിൽ ഡ്രിങ്ക്സുകളും ജനങ്ങൾ ഉപയോഗിക്കുകയും അത് വഴിയോരങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ബോട്ടിൽ ബൂത്തിൽ കളക്ട് ചെയ്യുകയും അത് സംസ്കരിക്കുന്നതിന് വേണ്ടി ഹരിത കർമ്മസേന എടുക്കുകയും ചെയ്യുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്.
പൊതുയിടങ്ങളിൽ മാലിന്യനിക്ഷേപം തടയുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ അകവണ്ട മണ്ണൂർ റോഡ് ആലിൻചുവട് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇതിനോടകം വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മഹാളിക്കാവ് പരിസരം, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം എന്നിവിടങ്ങളിൽ ഇതിനോടകം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 സ്ഥലങ്ങളിലെ ക്യാമറ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. മെമ്പർ ലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മോഹൻ, ആസൂത്രണ സമിതി അംഗം CR മണികണ്ഠൻ, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന പ്രസിഡന്റ് പുഷ്പലത നന്ദി പറഞ്ഞു. പ്രദേശവാസികളും ഹരിതകർമ്മസേനാംഗങ്ങളും പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നവകേരള വായനശാല ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെൻഷൻ ബോർഡ് സഹകരണ പെൻഷൻകാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം AR ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KCSPA ജില്ലാ വൈസ് പ്രസിഡന്റ് O കുമാരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി K ഗോവിന്ദൻ, PM ലൂക്മാൻ എന്നിവർ സംസാരിച്ചു. പിന്നെ ഈ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമം 21 തുടങ്ങിയതാണ്. ഇപ്പോൾ അത് അവസാനിപ്പിച്ചു. 64,006 പേരെ കണ്ടെത്തി. ആ ഓരോ വീട്ടുകാർക്കും എന്താണ് ആവശ്യമെന്ന് സൂക്ഷ്മമായി ഓരോ വീട്ടുകാരുടെയും പരിശോധിച്ച് അവിടേക്ക് ആവശ്യമുള്ളത് നടപ്പാക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനെയാണ് മറ്റുള്ളവരൊക്കെ വക്രീകരിച്ച് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതിദാരിദ്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 1-2 വീടുകൾ അവിടെ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള അവസരവും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിദാരിദ്ര്യക്കാരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിലവിലുള്ള തൊഴിലാളികളെ പരമാവധി അവർക്ക് സഹായിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് 1800 ആക്കും എന്നൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ എഴുതിയായിരുന്നു. പക്ഷേ 2000 വർദ്ധിപ്പിച്ചിരിക്കുന്നത് 64 ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷൻ നൽകുന്നു. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപന സമ്മേളനം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. ഭൂരേഖ തഹസീൽദാർ C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ റഷീദ് പാറയ്ക്കൽ, V സുനിൽ, അനു പോൾ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനവും നൽകി. ഷൊർണൂർ കവളപ്പാറ ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ഉദയാസ്തമന പൂജയും ശ്രീഭൂതബലിയും നവംബർ 8, 9 ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമാകുക. തുടർന്ന് ലക്ഷാർച്ചനയും അന്നദാനവും വൈകിട്ട് ദീപാരാധനയും ഉണ്ടായിരിക്കും. ഞായറാഴ്ച കാലത്ത് 5 മണിക്ക് ഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ചടങ്ങിന് ശേഷം ഉദയാസ്തമന പൂജയും അന്നദാനവും വൈകിട്ട് ദീപാരാധനയും ഉണ്ടായിരിക്കും. ഭക്തർക്ക് എണ്ണ, പൂവ്, വിളക്ക്, മാല തുടങ്ങിയ വഴിപാടുകളും ലക്ഷാർച്ചനയ്ക്ക് ഓരോ കുട്ട പൂവ് സമർപ്പിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാറ്റുലി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ 64.66 പോളിംഗ് രേഖപ്പെടുത്തിയത് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമാണെന്ന് വിലയിരുത്തുന്നു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ബീഹാർ ഇത്തവണ BJPക്കൊപ്പമോ ഇന്ത്യ മുന്നണി സഖ്യത്തിനൊപ്പമോ? പ്രതികരണങ്ങളിലേക്ക്. ബീഹാറിലിപ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നല്ല ഭൂരിപക്ഷം 64 സംതിങ് ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ NDA സഖ്യവും പിന്നെ ഇന്ത്യ സഖ്യവുമാണ്. അതിൽ ഈ ഇന്നത്തെ ലോകത്തിൽ ഇന്ത്യയിൽ NDA സഖ്യത്തിൻ്റെ ലീഡർഷിപ്പ് ഇന്ത്യ സഖ്യത്തിനില്ല. അവർക്കൊരു ഐക്യമില്ല. കാരണം 10 ആളുണ്ട് വെച്ചാൽ 10 വഴിക്ക് പോണ NDA സഖ്യമാണ്. ആ സ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിനൊരു യോജിപ്പില്ല. ആ സ്ഥാനത്ത് NDA സഖ്യം അതിൽ ഉള്ളവരെല്ലാവരും ബുദ്ധി രാക്ഷസന്മാരാണ്. 2021 രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ആര് നിലനിർത്തും? അത് എൻ്റെ അഭിപ്രായത്തിൽ നാട്ടുകാരനല്ലച്ചാലും പത്രങ്ങളിലൂടെ ന്യൂസുകൾ കിട്ടിയ സ്ഥിതിക്ക് അവിടെ NDA തന്നെ വരാനാണ് സാധ്യത. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയുമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും CPIM ജനറൽ സെക്രട്ടറി.
ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസ് AKG മന്ദിരം സമർപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ 90% കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടാത്തതിന് പിന്നിൽ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഗൂഢലക്ഷ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ പുറത്തുവിടാത്തതും ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗം. കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണ് സർക്കാർ എന്നും VK ശ്രീകണ്ഠൻ. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസ് ഉപരോധം പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്ന വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി. ബാലമുരുകന് വേണ്ടി കേരള പോലീസും അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി പിടിയിൽ. നെന്മനി സ്വദേശി റെഗുലേഷനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടിയത് മുംബൈയിൽ നിന്ന്. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നേരത്തെ പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾക്ക് കൂടി നിയമപരമായി പെർമിറ്റ് അനുവദിക്കാൻ റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗൺസിൽ യോഗം അംഗീകരിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യ അധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ പുത്തനുണർവ്. ശാസ്ത്രമേള നവംബർ 10 വരെ. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത് വടക്കാഞ്ചേരി കല്ലുംപാറ ചെമ്പ്രംകോട്ടിൽ മോഹനൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.